നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം രമത്തൂർ സുരേഷ് തരിക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന പാട്ടിൻ്റെ 3-ാം ഭാഗമാണ്. ഒരാൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിരുന്നു, ഈ പാട്ടിൻ്റെ ഒറിജിനൽ സ്കെയിൽ ഏതാണെന്ന്. ഒറിജിനൽ സ്കെയിൽ എഫ് ആണ്. ഇന്ന് ഞാനിതിൻ്റെ ചരണം പഠിപ്പിക്കുന്നത് എഫിനെ ശ്രുതിഭേദം ചെയ്തിട്ട് സിക്കാണ് ചരണം പഠിപ്പിക്കുന്നത്. നമ്മൾ അനുപല്ലവി പഠിച്ച സെയിം നോട്ട് തന്നെയാണ്, പക്ഷേ നമുക്കതിനെ ശ്രുതിഭേദം ചെയ്ത് സിക്കും വായിക്കാം, ഒരു ഘട്ട ശ്രുതിയിലും വായിക്കാം കേട്ടോ. ശ്രുതിഭേദത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച ആളോട് ഇതിൻ്റെ ഒറിജിനൽ സ്കെയിൽ എഫ് ആണ്, നമുക്കിത് സിക്ക് വേണേലും ഇത് വായിക്കാം, ഒരു ഘട്ട ശ്രുതിയിലും വായിക്കാം. അടുത്ത എൻ്റെ ചരണത്തിൽ വരുന്നത് അത് എൻ്റെ സാഹിത്യം വരുന്നത് ഒരു കുഞ്ഞു പാട്ടായി മഞ്ഞു പൂഞ്ചോലയെന്തോ തിരഞ്ഞു. അതാണ്. അപ്പോൾ അതേ ഈ സെയിം നോട്ട് തന്നെ ഒന്നുകൂടെ വായിച്ചാൽ അടുത്ത ലൈൻ കിട്ടും. ആരെയോ തേടി കിടഞ്ഞു കാറ്റും ഒരുപാടു നാളായലഞ്ഞു. ആദ്യം വായിച്ച സെയിം നോട്ട് തന്നെ, അവിടെ ലിറിക്സ് വ്യത്യാസമാണെന്നേ ഉള്ളൂ. സ്വരം പാനി ധ്വനി പൂന്തന്നലിൽ രണ്ടാമത് വായിക്കും പാനി ധ്വനി പാട് ലൈറ്റ് ടച്ച് കൊടുത്താൽ മതി. പൊന്നോളമായി രണ്ടോടെ വായിക്കും പൂന്തന്നലിൽ പൊന്നോളമായി. അടുത്ത് വന്നിട്ട് പനി സരി സനിമ മണിപ പനി സരി സനിമ മണിപ ഗരി. അത് പനി സരി സനിമ മണിപ ഗരി. ഒരു കിരീടം മറഞ്ഞു. അതാണ്. ഓക്കെ, അടുത്തത് സമഗമ. വലിയ കായ വരുന്നത് കഥനങ്ങളിൽ തുണയാകുവാൻ. രണ്ടോട് കഥനങ്ങളിൽ തുണയാകുവാൻ. വെറുതെയൊരുങ്ങുന്ന മൗനം. നിസ നീ പനിയും പായുമെല്ലാം മന്ത്രസ്ഥായിലാണ്. എന്നോ എങ്ങോന്നുള്ള നോട്ട് വെറുതെ വെറുതെയൊരുങ്ങുന്ന മൗനം എന്നോ നിസനീപ്പ. പിന്നെ പുള്ളൂർ
കുടം പോലെ വീങ്ങി എന്നുള്ളതാണ്. പനി പ പനി പ സ മാ മ ഗരി സ പനി പ സ മാ മ ഗരി സ ഉള്ളു കുടം സ പനി പ സ മാ മ ഗരി സ ഉള്ളു കുടം പോലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോട് ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ ഇത്രയാണ് ഇതിൻ്റെ അനുപല്ലവിയിൽ വരുന്നത്. ഈ പാട്ട് നിങ്ങൾ നന്നായി പഠിക്കുക. ഇതിനോടൊപ്പം ഞാൻ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് രാജീവിൻ്റെ കഥ കൊടുത്തത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. 1-2 പേരൊക്കെ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഒരുപാട് ലെങ്തി ആയിപ്പോയി വീഡിയോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വമല്ല, നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്ന് കരുതിയാണ് ഈ ചിലപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ആയിരിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ആണ് ഇതിൽ പലപ്പോഴും ഞാൻ പറയുന്നത്. എല്ലാം സത്യസന്ധമായ കാര്യം തന്നെയാണ്, ഒരു കഥയും ചമച്ചതല്ല. അപ്പോൾ ചിലരൊക്കെ അതിൽ പിന്നെ ഇങ്ങനെ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ ക്ഷമയില്ലാത്തത് കൊണ്ടാവാം, എന്നാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ധാരാളമായിട്ടുണ്ട്. അങ്ങനെയുള്ളവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇവിടെ മഞ്ചേശ്വരത്ത് നിന്നും ഒരു നിയമസഭയിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് നിയമസഭയിൽ അംഗമായിട്ടുള്ള ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇടയ്ക്ക് പറയുന്ന ആ കഥകളൊക്കെ വളരെ നന്നായിരുന്നു, അത് പഴയ കാലത്തേക്കൊക്കെ ഓർമ്മകളെ കൊണ്ടുപോകാൻ ഒരുപാട് സാധിച്ചു എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. നല്ലതാണ്, ഇനി അങ്ങനെയുള്ള കഥകൾ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. അപ്പോൾ ഞാൻ അനുഭവങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ഇത് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക കേട്ടോ. എന്നാൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസയുണ്ട്. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരമത്തൂർ സുരേഷ് സരിക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ.